അന്യജീവൻ ഉതകി സ്വജീവിതം ധന്യമാക്കും അമലെ വിവേകികൾ എന്നെഴുതിയത് ആശാനാണ്. എങ്ങനെയാണ് ജീവിതം ധന്യമാവുക എന്ന ചോദ്യത്തിന് ആശാൻ നൽകിയ ഏറ്റവും അർത്ഥപൂർണമായ മറുപടിയാണത്. അന്യജീവൻ ഉതകി സ്വജീവിതം ധന്യമാക്കും അമലെ വിവേകികൾ എന്നാണ്. മറ്റുള്ളവരുടെ ജീവിതത്തിന് താങ്ങായി ആശ്വാസമായി നിൽക്കുമ്പോഴാണ്, അഥവാ മറ്റുള്ളവർക്കു വേണ്ടി കൂടി ജീവിക്കാൻ കഴിയുമ്പോഴാണ് ജീവിതം ധന്യമാവുക എന്ന് മലയാളിയുടെ മനസ്സിൽ ആഴത്തിൽ എഴുതി വെച്ചത് കുമാരനാശാനാണ്. കാറൽ മാർക്സിന്റെ 15-ാമത്തെ വയസ്സിൽ അദ്ദേഹത്തിന്റെ ക്ലാസ് ടീച്ചർ ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ഭാവിയിൽ ആരാവണം എന്ന്. ഓരോ കുട്ടിയും മനസ്സിലെ മോഹങ്ങൾ അവിടെ പറയുമ്പോൾ മാർക്സ് തന്റെ ഭാവിയിലെ സ്വപ്നമായി പറയുന്നത് ലോകത്തിലെ ഏറ്റവും ആഹ്ലാദവാനായ മനുഷ്യനാവണം എന്നാണ്. അതാണ് എന്റെ ആഗ്രഹം എന്നാണ്. മാർക്സ് പിൽക്കാലത്ത് വിശദീകരിക്കുന്നുണ്ട് ആരാണ് ലോകത്തിലെ ഏറ്റവും ആഹ്ലാദവാനായ മനുഷ്യൻ, ആർക്കാണ് ലോകത്തിലെ ഏറ്റവും സന്തോഷം, ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നനാണോ ഏറ്റവും ആഹ്ലാദവാനായ മനുഷ്യൻ. അതിന് മാർക്സ് തന്നെ പറയുന്ന മറുപടി അങ്ങനെയാവാൻ സാധ്യതയില്ല എന്നാണ്. എല്ലാ സമ്പന്നന്മാരും തന്റെ സമ്പത്ത് എപ്പോഴാണ് നഷ്ടമാവുക എന്ന് ചിന്തിച്ച് ആകുലചിത്തരായി കഴിയാനാണ് സാധ്യത. ലോകത്തിലെ ഏറ്റവും പ്രശസ്തനായിരിക്കുമോ ഏറ്റവും ആഹ്ലാദമുണ്ടാവുക, അതിനും സാധ്യത കുറവാണ്. പ്രശസ്തിക്ക് മങ്ങലേൽക്കുന്ന നിമിഷത്തെക്കുറിച്ചുള്ള ആകുലതകളാവാം പ്രശസ്തരെ എപ്പോഴും അസ്വസ്ഥരാക്കിക്കൊണ്ടിരിക്കുക. പിന്നെ ആരാണ് ലോകത്തിലെ ഏറ്റവും സന്തോഷമുള്ള മനുഷ്യൻ? അതിന് മാർക്സ് തന്നെ പറയുന്നത്, അദ്ദേഹത്തിന്റെ വിശദീകരണം, മറ്റുള്ളവർക്ക് വേണ്ടി കഷ്ടപ്പെടാൻ കഴിയുന്നവൻ ആരോ, മറ്റുള്ളവർക്ക് വേണ്ടി കഷ്ടപ്പാടുകൾ അനുഭവിക്കാനും മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കാനും കഴിയുന്നവനാരോ അവനാണ് ലോകത്തിൽ ഏറ്റവും വലിയ ആഹ്ലാദം അനുഭവിക്കുക എന്നാണ്. ജീവിതം എന്നത് മറ്റുള്ളവർക്ക് വേണ്ടി കൂടിയുള്ളതാണ് എന്ന ബോധമാണ് ഒരു മനുഷ്യനെ പൂർണ്ണതയിലേക്ക് എത്തിക്കുന്നത്. സുഖദുഃഖങ്ങളുടെ ചെറുവൃത്തങ്ങൾക്കകത്ത് തളയ്ക്കപ്പെട്ട ജീവിതങ്ങളെ സമൂഹത്തിന്റെ വിശാലതയിലേക്ക് വളർത്തുകയാണ് മാർക്സിന്റെ വാക്കുകൾ. ആ പറഞ്ഞത് തന്നെയാണ് ലോകത്തിൽ ഒരുപാട് എഴുത്തുകാർ, കവികൾ ഒക്കെ പല ഭാഷയിൽ പാടിപ്പുകഴ്ത്തിയിട്ടുള്ളത്. അതിന്റെ ഒരു മലയാള രൂപമാണ് ആശാൻ എഴുതിയത്. ഭരണഘടനയും ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന മൂല്യങ്ങളും വലിയ ഭീഷണിയെ നേരിടുന്നത്. 2024 പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ സംഘപരിവാർ പ്രതീക്ഷിച്ച വിജയമാണ് ലഭിച്ചിരുന്നതെങ്കിൽ ഇതിനോടകം ഭരണഘടന, ഇപ്പോഴത്തെ ഭരണഘടന അപ്രസക്തമാകുമായിരുന്നു. ഇന്ത്യ ഒരു മതരാഷ്ട്രമായി പ്രഖ്യാപിക്കപ്പെടുമായിരുന്നു. ആ മതരാഷ്ട്ര പ്രഖ്യാപനം നടത്തുമ്പോൾ പ്രാബല്യത്തിൽ വരുത്തേണ്ട ഭരണഘടന ഇതിനോടകം അതിന്റെ കരട് തയ്യാറാക്കി RSS കാര്യാലയത്തിൽ എത്തിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതിന് ചുമതലപ്പെട്ട RSSകാരായ ഒരു കൂട്ടം സന്യാസിമാർ. അപ്പോ മനുസ്മൃതിയെ അടിസ്ഥാനമാക്കിയുള്ള മതരാഷ്ട്രത്തിന്റെ ഭരണഘടന വരെ തയ്യാറാക്കി കാത്തിരിക്കുകയാണ് മതരാഷ്ട്ര പ്രഖ്യാപനത്തിനായി. ചാതുർവർണ്ണ്യാടിസ്ഥാനത്തിലുള്ള ഒരു രാഷ്ട്രം, ചാതുർവർണ്ണ്യത്തിന് പുറത്തുള്ള കോടാനുകോടി വരുന്ന മനുഷ്യർക്ക് വേണമെങ്കിൽ ഇവിടെ രണ്ടാം കിട പൗരന്മാരായി ജീവിക്കാനുള്ള ഔദാര്യം അനുവദിച്ചു കൊടുക്കുന്ന ഒരു ഭരണഘടന തയ്യാറാക്കി വെച്ചിരിക്കുകയാണ്. അങ്കിൾ ടോംസ് ക്യാബിൻ എന്ന നോവലാണ് ഒരു കാലത്ത് അമേരിക്കയിലെ അടിമത്തത്തിനെതിരായ സാമൂഹ്യ മനസാക്ഷിയെ ഉണർത്തിയ നോവൽ. അമേരിക്ക ഇപ്പോ എബ്രഹാം ലിങ്കണെ അടിമകളുടെ വിമോചകൻ എന്നാണ് സ്കൂളിൽ നമ്മളെല്ലാം അദ്ദേഹത്തെ അങ്ങനെ വിശേഷിപ്പിക്കുന്ന പാഠം സ്കൂളിൽ പഠിച്ചിട്ടുള്ളവരായിരിക്കും നമ്മളെല്ലാവരും. അടിമത്തം എന്നത് ഒരുപക്ഷെ ഇന്ന് ഏറെക്കുറെ ഒരു വാക്കു മാത്രമാണ്. അടിമത്തത്തിന്റെ പല വകഭേദങ്ങൾ കണ്ടേക്കാമെങ്കിലും മനുഷ്യരെ വിലപേശി വിൽക്കുകയും വാങ്ങുകയും ചെയ്യുന്ന ചന്തകൾ, കമ്പോളങ്ങൾ ഒരുപക്ഷെ ഇന്നങ്ങനെ ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. മനുഷ്യാവകാശം എന്ന വാക്കിന് യാതൊരു പ്രസക്തിയുമില്ലാത്ത വിധം മനുഷ്യരെ വിൽക്കാനും വാങ്ങാനും കഴിയുന്ന ഒരു ചരക്കായിരുന്ന ഒരു കാലം ലോകത്തിലെ ഏതാണ്ട് എല്ലാ ഭാഗങ്ങളിലും ഉണ്ടായിരുന്നു എന്നാണ് തോന്നുന്നത്. അതിന്റെ ഒരു കേന്ദ്രമായിരുന്നു അമേരിക്ക. അമേരിക്കയിലെ അടിമത്തം എന്നതൊരു സാധാരണ സംഭവമായിട്ടാണ് എല്ലാവരും കണ്ടത്. എന്നാൽ 1850 അങ്കിൾ ടോംസ് ക്യാബിൻ എന്ന ഈ നോവൽ പുറത്തിറങ്ങിയതിന് ശേഷമാണ്
കഴിഞ്ഞ ദിവസം വരെ ഒരു സ്വാഭാവികമായ കാര്യം എന്ന പോലെ അമേരിക്കൻ സമൂഹം കണ്ട അടിമത്തത്തിന്റെ ഹൃദയശൂന്യത, അതിന്റെ മനുഷ്യത്വരാഹിത്യം, അത് തുടച്ചു നീക്കേണ്ടതാണ് എന്ന ബോധം ഒക്കെ അമേരിക്കൻ സമൂഹത്തിൽ ഒരു പ്രസ്ഥാനം എന്ന പോലെ ഉയർന്നു വരാൻ ഇടയാക്കിയത് ഈ കൃതിയാണ് എന്ന് പലരും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. നോവൽ പുറത്തിറങ്ങി 10-15 വർഷമാകുമ്പോഴേക്ക് അമേരിക്കയിൽ നിയമം മൂലം അടിമത്തം നിരോധിക്കപ്പെടുന്നുണ്ട്. ആ പശ്ചാത്തലത്തിൽ വൈറ്റ് ഹൗസിലേക്ക് നോവലിസ്റ്റ് ഹാരിത്ത് ബീച്ചർ സ്റ്റോ ക്ഷണിക്കപ്പെടുകയും അവരെ ചൂണ്ടി എബ്രഹാം ലിങ്കൺ പറഞ്ഞു അത്രേ, ഈ വനിതയാണ് ഈ മഹത്തായ യുദ്ധം ആരംഭിച്ചത് എന്ന് അഭിനന്ദന സൂചകമായി അവരെ കുറിച്ചു പറഞ്ഞു എന്നുമാണ് ചരിത്രം. അപ്പോ ആധുനിക അമേരിക്കയുടെ ചരിത്രത്തിലെ സുപ്രധാനമായ ഒരു മുന്നേറ്റത്തിന്റെ തുടക്കം കുറിച്ചത്, അല്ലെങ്കിൽ അതിന് കാരണമായി ഭവിച്ചത് ഈ ഒരു നോവലാണ്. ഒരു നോവൽ ഒരു രാഷ്ട്രത്തെ തന്നെ പുനർനിർമ്മിക്കുകയാണ് ചെയ്തത്. ഇത്തരത്തിലുള്ള ഒരുപാട് അനുഭവങ്ങൾ, ഉദാഹരണങ്ങൾ ലോകത്തിലെമ്പാടും നമുക്ക് കാണാൻ സാധിക്കും. അമേരിക്കയിൽ തന്നെയാണ് സോഷ്യലിസ്റ്റ് എഴുത്തുകാരനായി അറിയപ്പെടുന്ന അപ്റ്റൺ സിൻക്ലെയറുടെ ദ ജംഗിൾ എന്ന നോവൽ പുറത്തിറങ്ങുന്നത്. അത് 1905-ലാണ്. ആ നോവൽ പുറത്തിറങ്ങിയതിന് ശേഷമാണ് ഭക്ഷ്യ വ്യവസായ രംഗത്ത് നിലനിൽക്കുന്ന പ്രശ്നങ്ങളെ സംബന്ധിച്ച് പലതരം പ്രശ്നങ്ങൾ, അതിലെ ചൂഷണം, അതുപോലെ തന്നെ വൃത്തിരാഹിത്യം, ശുചിത്വമില്ലായ്മ, ഇതിനെക്കുറിച്ചെല്ലാം അമേരിക്കൻ സമൂഹം ഗൗരവമായി ചർച്ച ചെയ്യാൻ ആരംഭിച്ചത്. തൊട്ടടുത്ത വർഷം 1906 അമേരിക്കയുടെ ചരിത്രത്തിലെ ആദ്യത്തെ ഭക്ഷ്യസുരക്ഷാ നിയമം പാസാക്കുകയുണ്ടായി. ആ നിയമത്തിന്റെ നിർമ്മാണത്തിലേക്ക് നയിച്ചത് ജംഗിൾ എന്ന നോവലാണ്. ഒരു നോവൽ ഭരണാധികാരികളെ കൊണ്ടൊരു നിയമം നിർമ്മിക്കുന്നതിന് പ്രേരിപ്പിച്ച അനുഭവമാണ്. പിന്നീട് വന്ന തുടർ നിയമങ്ങളുടെ എല്ലാം തുടക്കം ഈ ഒരു നോവൽ സൃഷ്ടിച്ച പ്രതികരണത്തിൻ്റെതായ പരിസരമാണ് എന്നതാണ് വസ്തുത. ആ നോവൽ പുറത്തിറങ്ങിയ ഒരു വ്യാഴവട്ടം കഴിഞ്ഞാണ് അപ്റ്റൺ സിൻക്ലെയർ ദ ബ്രാസ് ചെക്ക് എന്ന മറ്റൊരു കൃതി രചിക്കുന്നത്. ആ കൃതിയുടെ പശ്ചാത്തലം അമേരിക്കയിലെ മാധ്യമ പ്രവർത്തന രംഗത്തെ അനഭിലഷണീയമായ പ്രവണതകളായിരുന്നു. മഞ്ഞപ്പത്ര പ്രവർത്തനം എന്നൊക്കെ നമ്മൾ പലപ്പോഴും വിമർശിക്കാറുള്ള മൂല്യച്യുതിയുടേതായ കാര്യങ്ങളാണ് അപ്റ്റൺ സിൻക്ലെയർ ഉയർത്തിക്കൊണ്ടുവന്നത്. ആ കൃതി പുറത്തിറങ്ങി അധികം കഴിയുന്നതിന് മുൻപാണ് അമേരിക്കയിൽ മാധ്യമ പ്രവർത്തകർക്ക് ബാധകമായ പൊതു നിയമാവലി അംഗീകരിക്കപ്പെട്ടു. അങ്ങനെ അമേരിക്കയുടെ ചരിത്രത്തിലെ വൻ സാമൂഹ്യ പരിഷ്കരണത്തിനും നിയമനിർമ്മാണത്തിനും എല്ലാം ഇടയാക്കിയത് സാഹിത്യ കൃതികളായിരുന്നു എന്ന പ്രത്യേകത നമുക്ക് കാണാൻ പറ്റും. ഇത് അമേരിക്കയുടെ മാത്രം ഒരു അനുഭവമല്ല. ലോകത്തിലെ മിക്ക രാജ്യങ്ങൾക്കും അവിടുത്തെ സാമൂഹ്യ വളർച്ചയുടെ ഭാഗമായി സാഹിത്യകൃതികൾ വഹിച്ചിട്ടുള്ള പങ്ക് കാണാൻ പറ്റും. കേരളത്തിൽ തന്നെ ജാതീയതയ്ക്കെതിരായ മനോഭാവം ശക്തിപ്പെടുത്തിയതിൽ ആശാന്റെ കൃതികളുടെ പങ്ക് നമുക്കെല്ലാവർക്കും അറിയുന്നതാണ്. അത്തരത്തിലുള്ള പല കൃതികളും മലയാളികൾക്കിടയിൽ ചെലുത്തിയിട്ടുള്ള സ്വാധീനത്തെക്കുറിച്ച് നമ്മളെമ്പാടും ചർച്ച ചെയ്തിട്ടുണ്ട്. 1957 കേരളത്തിൽ ആദ്യമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വരുമ്പോൾ EMS ഗവൺമെന്റിന്റെ സ്ഥാനാരോഹണത്തിന്റെ പിന്നിൽ അത്തരമൊരു വിധിയെഴുത്തിന് മലയാളികളെ പ്രേരിപ്പിച്ച പല ഘടകങ്ങളിൽ ഒന്ന് ഇവിടുത്തെ കലാസാംസ്കാരിക ഇടപെടലുകളായിരുന്നു എന്ന് പലരും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇത്തരുണത്തിൽ ചൂണ്ടിക്കാണിക്കുന്ന പ്രധാനപ്പെട്ട നാടകമാണ് നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റാക്കി എന്ന നാടകം. 1950 കാലഘട്ടത്തിലാണ് ആ നാടകം രചിക്കപ്പെടുന്നത്. നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ തോപ്പിൽ ഭാസി നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റാക്കി എന്ന നാടകം രചിക്കുന്നത് രാജ്യമെമ്പാടും, പ്രത്യേകിച്ച് കേരളത്തിൽ നിഷ്ഠൂരമായ കമ്മ്യൂണിസ്റ്റ് വേട്ട നടക്കുന്ന ഒരു ഘട്ടത്തിലാണ്. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ സമാനതകളില്ലാത്ത കമ്മ്യൂണിസ്റ്റ് കുരുതികൾക്കാണ് സാക്ഷ്യം വഹിച്ചത്. 1950 ജനുവരി 26 നമ്മുടെ രാജ്യം റിപ്പബ്ലിക്കായി മാറി. 15 ദിവസം തികഞ്ഞപ്പോഴാണ് സേലം ജയിൽ വെടിവയ്പുണ്ടാവുന്നത്.
950 ഫെബ്രുവരി 11 സേലം സെൻട്രൽ ജയിലിന്റെ അനക്സിൽ 22 പേരെയാണ് വെടിവെച്ച് കൊന്നത്. അതിലധികവും നമ്മുടെ നാട്ടുകാരായിരുന്നു, വടക്കേ മലബാറുകാരായിരുന്നു. മിനി ജാലിയൻ വാലാബാഗ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം സമാനമായ ഒരു അനുഭവവും ഇന്ത്യ ചരിത്രത്തിൽ ചൂണ്ടിക്കാണിക്കാനില്ല. ജയിലിൽ കർഷക സമരങ്ങൾക്ക് നേതൃത്വം കൊടുത്തതിന്റെ പേരിൽ സമരസേനാനികളായിട്ടുള്ളവർ, അതിലധികം പേരും സ്വാതന്ത്ര്യ സമര സേനാനികൾ കൂടിയാണ്, അവരെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ച് ആ ജയിലിൽ വെച്ച് വെടിവെച്ച് കൊന്നുകളയുകയാണ് ചെയ്തത്. 22 മനുഷ്യർ കൊല്ലപ്പെട്ടു. അതിന്റെ തൊട്ടു മുൻപാണ് ഒഞ്ചിയത്ത് വെടിവെയ്പ് ഉണ്ടാകുന്നത്. ഒഞ്ചിയം വെടിവെയ്പിൽ 8 പേർ കൊല്ലപ്പെട്ടു. പോലീസ് അതിക്രമത്തിൽ 2 പേർ കൊല്ലപ്പെട്ടത് കൂടി ചേർത്താൽ 10 പേരാണ് 948 ഏപ്രിലിൽ ഒഞ്ചിയത്ത് കൊല്ലപ്പെട്ടത്. പാടിക്കുന്നും രക്തസാക്ഷിത്വം ഇതെല്ലാം ആ ഒരു കാലഘട്ടത്തിലാണ്. തെക്ക് ശൂരനാടാണ്. ശൂരനാടും 10 പേർക്കാണ് ജീവൻ നഷ്ടപ്പെട്ടത്. അതിൽ പലരുടെയും മൃതശരീരം പോലും പിന്നീട് കണ്ടുകിട്ടിയിട്ടില്ല. അങ്ങനെ കള്ളക്കേസും ഭീകരമായ പോലീസ് മർദ്ദനവും ഒക്കെയായി കമ്മ്യൂണിസ്റ്റുകാർ രാജ്യമാകെ വേട്ടയാടപ്പെട്ട ഒരു കാലം. അങ്ങനെ ഒരു കാലത്ത് ശൂരനാട് കേസിൽ പ്രതി ചേർക്കപ്പെട്ട് ഒളിവിൽ കഴിയുമ്പോഴാണ്, ഒളിവിലിരുന്നു കൊണ്ടാണ് തോപ്പിൽ ഭാസി നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റാക്കി എന്ന നാടകം രചിക്കുന്നത്. ആ നാടകം തനിക്ക് ചുറ്റും സഹപ്രവർത്തകർ കൊല്ലപ്പെടുന്ന ഒരു സന്ദർഭത്തിൽ രചിക്കപ്പെട്ട നാടകമാണ്. 952 ആ നാടകം ആദ്യമായി രംഗത്ത് അവതരിപ്പിച്ചു. ആ നാടകത്തെയും ഭരണകൂടം നിരോധിച്ചു. നടീനടന്മാരെ ഉൾപ്പെടെ അറസ്റ്റ് ചെയ്ത അനുഭവങ്ങളെല്ലാം ഉണ്ട്. പക്ഷേ നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റാക്കി എന്ന നാടകം രംഗത്ത് അവതരിപ്പിച്ച് 5 കൊല്ലമാകുമ്പോഴേക്ക് കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വന്നു. കേരളത്തിലെ ഉത്സവ പറമ്പുകളിൽ ഈ നാടകം ഒരു മികച്ച രാഷ്ട്രീയ വിദ്യാഭ്യാസമായി മാറി. ആയിരക്കണക്കിന് മനുഷ്യരുടെ ഇടയിൽ അവരുടെ രാഷ്ട്രീയ പക്ഷം തിരിച്ചറിയുന്നതിനും അവരിൽ പുരോഗമനോന്മുഖമായ കാഴ്ചപ്പാട് വളർത്തിക്കൊണ്ടുവരുന്നതിനും അവരെ ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ കൊടിക്കീഴിലേക്ക് കൊണ്ടുവരുന്നതിലും ആ നാടകം വഹിച്ച പങ്ക് കേരളത്തിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റിന്റെ അധികാരലബ്ധിയുടെ പശ്ചാത്തലത്തിൽ നടത്തിയ എല്ലാ പഠനങ്ങളും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അങ്ങനെ സാഹിത്യകൃതികളും കലാരൂപങ്ങളും മനുഷ്യരിൽ സമൂഹത്തിൽ ചെലുത്തിയിട്ടുള്ള സ്വാധീനത്തെക്കുറിച്ച് ഒരുപാട് അനുഭവങ്ങൾ ലോകത്തിലെ എല്ലാ മനുഷ്യർക്കും പറയാനുണ്ടാവും. എല്ലാ നാടിന്റെയും ചരിത്രത്തിൽ ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ധാരാളമായി നമുക്ക് കാണാൻ കഴിയും. ഇപ്പോഴും നമ്മുടെ സമൂഹത്തിൽ ലോകമാകെയും ഉണ്ടാവുന്ന സംഭവങ്ങളോട്, ആ സംഭവങ്ങളെ അതിന്റെ ശരിയായ ആഴത്തിൽ നമ്മെ ഉൾക്കൊള്ളാൻ പ്രേരിപ്പിക്കുന്നത് പലപ്പോഴും അത് സംബന്ധിച്ച് വരുന്ന എഴുത്തുകൾ, കൃതികൾ ഒക്കെയാണ്. ഇപ്പൊ നമുക്കറിയാം, 10,000-കണക്കിന് മനുഷ്യരെ നിഷ്ഠൂരമായി കൊന്നതിന് ശേഷം താൽക്കാലികമായാണെങ്കിലും ഒരു സമാധാന അന്തരീക്ഷം ഗാസയിൽ ഉണ്ടായി എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷെ കഴിഞ്ഞ ദിവസം അവിടെ വീണ്ടും മനുഷ്യർ കൊല്ലപ്പെട്ടു. പലപ്പോഴും അതങ്ങനെയാണ്. വെടിനിർത്തൽ ഔപചാരികമായി നിലവിൽ വരുമ്പോഴും അത് സത്യത്തിൽ സമാധാന അന്തരീക്ഷത്തിലേക്ക് എത്തുന്നതിന് പിന്നെയും കാലമെടുക്കുമെന്നാണ് പലപ്പോഴും ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത്. അപ്പൊ ഒടുവിലത്തെ വെടിയൊച്ചകൾ നിലച്ചിട്ട് അധിക സമയമായിട്ടില്ല ഗാസയിൽ. ഇനിയും എത്ര ജീവൻ കൂടി പൊലിഞ്ഞാലാണ് ശാശ്വതമായ സമാധാനം ഉണ്ടാവുക എന്ന് പറയാനുമാവില്ല. ആ മനുഷ്യക്കുരുതിയെ ലോകത്തിന്റെ പല ഭാഗങ്ങളിലുമുള്ള മനുഷ്യർ അതിന്റെ ആഴത്തിൽ തിരിച്ചറിഞ്ഞത് പല ഭാഷകളിലായി പിറവികൊണ്ട കവിതകളും കഥകളും ഒക്കെ വായിച്ചുകൊണ്ടുകൂടിയാണ്. ഈ കഴിഞ്ഞ ഓണക്കാലത്ത് മാതൃഭൂമി ഓണപ്പതിപ്പിൽ ശ്രേഷ്ഠനായ കഥാകാരൻ ടി പത്മനാഭന്റെ ഒരു കഥ പ്രസിദ്ധീകരിച്ചു വരികയുണ്ടായി. നിങ്ങളിലും പലരും അത് വായിച്ചിട്ടുണ്ടാവുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അദ്ദേഹത്തിന്റെ പതിവ് കഥകൾ പോലെ ദൈർഘ്യം കുറഞ്ഞ ഒരു കഥയാണ്, ഒരു ചെറിയ കഥ. കഥാസാരം
ഒരു സാഹിത്യ സമ്മേളനത്തിലേക്ക് കഥാനായകനെ പ്രസംഗിക്കാൻ ക്ഷണിക്കപ്പെടുകയാണ്. അദ്ദേഹം ക്ഷണിക്കപ്പെടുകയാണ്. പ്രസംഗിക്കാൻ നിശ്ചയിക്കപ്പെട്ട വിഷയം പുതുകാല സാഹിത്യത്തിൽ നിർമ്മിത ബുദ്ധി കൊണ്ടുള്ള ഉപയോഗം എന്നാണ്. ഒരു ആധുനിക വിഷയമാണ് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ എന്താണ് പ്രസംഗിക്കേണ്ടതെന്നതിനെ കുറിച്ച് ഒരു രൂപം കഥാനായകനില്ല. പക്ഷെ അദ്ദേഹത്തെ പ്രസംഗിക്കാൻ ക്ഷണിച്ചു കഴിഞ്ഞു. എന്ത് പ്രസംഗിക്കണമെന്നറിയാതെ ജീവിതത്തിൽ ആദ്യമായി പ്രസംഗിക്കാൻ മൈക്കിന്റെ മുൻപിൽ നിൽക്കുന്ന ഒരു സ്കൂൾ കുട്ടിയെ പോലെ വിറയാർന്ന കാലുകളുമായി വിയർത്ത് അദ്ദേഹം പ്രസംഗപീഠത്തിന്റെ സമീപത്തേക്ക് നടന്നു വന്ന് നിശബ്ദനായി നിൽക്കുന്നു. തെല്ലിട മൗനത്തിന് ശേഷം പ്രസംഗിച്ചു തുടങ്ങുമ്പോൾ ആദ്യം പറയുന്ന വാചകം കുട്ടികൾ നിലവിളിക്കുകയാണ് എന്നതാണ്. കുട്ടികൾ നിലവിളിക്കുകയാണ്. എനിക്കത് കേൾക്കാൻ കഴിയുന്നുണ്ട്. ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കും കേൾക്കാൻ കഴിയും. അവർ വല്ലതും കഴിച്ചിട്ട് ദിവസങ്ങളായി. അവരുടെ അച്ഛനമ്മമാർ മരിച്ചു. കൊന്നതാണ്. ആരാണ് കൊന്നതെന്നത് പോകട്ടെ, കൊന്നതാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഗസയിലാണ്. അതാണ് അടുത്ത വാചകം. ഇടിഞ്ഞു പൊളിഞ്ഞു വീണ കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ നിന്നും ആകാശത്തേക്ക് കൈകൾ ഉയർത്തിയ കുട്ടികൾ നിൽക്കുന്നു. വിമാനത്തിൽ നിന്നും താഴേക്കിടുന്ന ഭക്ഷണപ്പൊതികൾ പ്രതീക്ഷിച്ച്. അപ്പോ ദിവസങ്ങളായി പട്ടിണി കിടക്കാത്ത കുട്ടികളെ കുറിച്ചാണ്. ഒരു വിമാനത്തിന്റെ ഇരമ്പൽ കേൾക്കാം. അവർ ഒന്നുകൂടി കൈകൾ ആകാശത്തേക്ക് ഉയർത്തി. പക്ഷെ ഭക്ഷണപ്പൊതികൾക്ക് പകരം ബോംബും മിസൈലുമാണ് പതിച്ചത്. അങ്ങനെ പോകുന്നു ആ കഥ. അദ്ദേഹത്തിന് ഇപ്പോ 96 വയസ്സോ മറ്റോ പ്രായമായി. ശ്രീ ടി പത്മനാഭൻ ഈ പ്രായത്തിൽ അദ്ദേഹം എഴുതുന്ന ഒരു കഥയിൽ സാഹിത്യ സമ്മേളനത്തിൽ പുതുകാല സാഹിത്യത്തിൽ നിർമ്മിത ബുദ്ധി കൊണ്ടുള്ള ഉപയോഗം എന്ന വിഷയത്തെക്കുറിച്ചുള്ള പ്രസംഗമാണെങ്കിലും അഥവാ ഏത് വിഷയത്തെക്കുറിച്ചുള്ള പ്രസംഗമാണെങ്കിലും പ്രസംഗിക്കാൻ മൈക്കിന്റെ മുൻപിൽ നിൽക്കുന്ന ഒരാൾ ഈ കാലത്ത് ഗസയിൽ കൊല്ലപ്പെടുന്ന കുഞ്ഞുങ്ങളെ കുറിച്ച് പറയാതെ മറ്റൊന്നും സംസാരിക്കാനാവില്ല എന്ന സന്ദേശം ആ കഥ പകർന്നു നൽകുന്നുണ്ട്. ആ കഥ അത്തരത്തിലുള്ള പല ചിന്തകളിലേക്കും മനുഷ്യരെ നയിച്ചിട്ടുണ്ട്. ഇങ്ങനെയുള്ള ഒരുപാട് കഥകൾ ലോകത്തിന്റെ പല ഭാഗത്തും ഈ ഘട്ടത്തിൽ രചിക്കപ്പെട്ടു. അതിലേറെ കവിതകൾ രചിക്കപ്പെട്ടു. ഇസ്രായേലിന്റെ മനുഷ്യത്വരഹിതമായ നിഷ്ഠൂരതയെ, കൂട്ടക്കൊലയെ, അതിന്റെ ആഴത്തിൽ ആ മുറിവുകളെ തിരിച്ചറിയാൻ മനുഷ്യരെ പ്രേരിപ്പിച്ചത് ഇത്തരത്തിലുള്ള സാഹിത്യ സൃഷ്ടികൾ കൂടിയാണ് നാം കാണേണ്ടതുണ്ട്. എല്ലാ കാലത്തും അങ്ങനെയാണ്. നമുക്ക് ചുറ്റും ഉള്ള പലതിനെയും അതിന്റെ ശരിയായ ഗൗരവത്തോടെ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക പലപ്പോഴും ഇത്തരത്തിലുള്ള സാഹിത്യ കൃതികൾ കൂടിയാണ്. വായന അങ്ങനെയാണ്. പുതിയ ലോകങ്ങളെ നമുക്ക് പരിചയപ്പെടുത്തി തരിക, പുതിയ ലോകങ്ങളിലേക്ക് നമ്മെ നയിക്കുകയും ചെയ്യുക. അതുകൊണ്ടാണ് വായന സമൂഹത്തെയും മനുഷ്യരെയും കാര്യമായി സ്വാധീനിക്കുക മാത്രമല്ല, അവരുടെ ചിന്താഗതികളെ സ്വാധീനിക്കുക മാത്രമല്ല, അവരുടെ ചിന്തയുടെ ഗതിയെ ചിലപ്പോ നിർണയിക്കുക തന്നെ ചെയ്യും എന്ന് പറയാറുള്ളത്. ഒരു പുസ്തകം ഒരാൾക്ക് അയാളായി തന്നെ വായിച്ച് അവസാനിപ്പിക്കാനാവില്ല എന്ന് പറയാറുണ്ട്. എന്ന് വെച്ചാൽ ഒരു പുസ്തകം വായിച്ചു കൊണ്ടിരിക്കുമ്പോഴേ നമ്മിൽ മാറ്റങ്ങൾ ഉണ്ടാകും. പുസ്തകം വായിച്ചു തുടങ്ങുമ്പോഴുള്ള ആളാവില്ല, പുസ്തകം വായിച്ച് അവസാനിപ്പിക്കുമ്പോഴുള്ള ആൾ. അപ്പോഴേക്കും ആ ആളുടെ കാഴ്ചപ്പാടുകൾ, മനോഭാവങ്ങൾ, ചിന്താഗതികൾ, സമീപനങ്ങൾ, സ്വഭാവം ഒക്കെ മാറ്റം വന്നിട്ടുണ്ടാവും. നമ്മളതിനെ നവീകരിക്കപ്പെടുക എന്നൊക്കെ പറയും. ഒരു കൃതി എല്ലാവരും ഒരുപോലെയും ആവില്ല വായിക്കുക. ഒരു നോവൽ 100 പേർ വായിക്കുമ്പോൾ അത് 100 നോവലുകളായി രൂപപ്പെടും. അത് 100 വിധത്തിൽ നമ്മെ സ്വാധീനിക്കും. ഒരു പുസ്തകം 2 പേർക്ക് വായിക്കാനാവില്ല എന്ന് പറയും. കാരണം ഒരാൾ വായിച്ച പുസ്തകമല്ല അതേ പുസ്തകം തന്നെ വായിക്കാൻ കയ്യിലെടുക്കുന്ന മറ്റൊരാൾ വായിക്കുക. അങ്ങനെയെല്ലാം വായനയുടെ ബഹുതലങ്ങൾ, പല മാനങ്ങൾ വായനയിൽ സാധ്യമായി വരും. പുസ്തക വായനയിൽ സാധ്യമായി വരും. അതിന്റെ ഉദാഹരണങ്ങളിലേക്ക് കടന്നാൽ ഒരുപാട് നമുക്ക് ഉദാഹരണങ്ങൾ നമ്മുടെ ചുറ്റുപാടുകളിൽ നിന്ന് കണ്ടെത്താനും സാധിക്കും. ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്നില്ല. വായന എങ്ങനെ മനുഷ്യനെ സ്വാധീനിക്കുന്നു, എങ്ങനെ മനുഷ്യനെ പുതുക്കി പണിയുന്നു എന്നതിന്റെ ഏറ്റവും നല്ല ഉദാഹരണം ഒരുപക്ഷെ ആന്റൺ ചെക്കോവിന്റെ ദ ബെറ്റ് എന്ന കഥയായിരിക്കാം.
പന്തയം എന്ന പേരിൽ മലയാളത്തിൽ പ്രസിദ്ധീകരിക്കപ്പെട്ട കഥയാണ്. അതും നിങ്ങളിൽ പലരും വായിച്ചിട്ടുണ്ടാവും. ആ കഥയിലും ഒരു ബാങ്കറും ഒരു യുവ അഭിഭാഷകനും തമ്മിൽ തർക്കത്തിലേർപ്പെടുന്നത്, ഒരു പാർട്ടിയിൽ വെച്ച് തർക്കത്തിലേർപ്പെടുന്നത് ഏത് ശിക്ഷയാണ് കൂടുതൽ കഠോരം എന്നതാണ്. വധശിക്ഷയാണോ അതോ ജീവപര്യന്തം തടവാണോ, ഏകാന്ത തടവാണോ, ഏതാണ് അസഹ്യമായ ശിക്ഷ എന്ന്. ആ തർക്കത്തിൽ രണ്ടു പക്ഷങ്ങളായി അവിടെ ഒത്തുകൂടിയവർ വിഭജിക്കപ്പെടുന്നുണ്ട്. വധശിക്ഷ എന്നാൽ അതോടുകൂടിയെല്ലാം അവസാനിക്കും. പക്ഷെ ഏകാന്ത തടവെന്ന് പറഞ്ഞാൽ ആയുഷ്കാലം മുഴുവൻ ആ ശിക്ഷ അനുഭവിച്ച് കൂടുതൽ അസഹ്യമായി മാറുക, അതാണ് എന്ന പക്ഷമാണ് ബാങ്കറുടെ. എന്നാൽ അഭിഭാഷകൻ അതിന് നേരെ തിരിച്ചാണ്. ഏകാന്ത തടവാണെങ്കിലും ജീവൻ കിട്ടുമല്ലോ എന്ന നിലപാട് അദ്ദേഹം സ്വീകരിക്കും. തർക്കമുറുകിയാണ് കഥയിൽ പന്തയത്തിലേക്ക് എത്തുന്നത്. 15 വർഷം ഏകാന്ത തടവിൽ കഴിയാമെങ്കിൽ എത്രയോ ലക്ഷം റൂബിൾ സമ്മാനമായി കൊടുക്കാം എന്നാണ് യുവ അഭിഭാഷകനോട് ബാങ്കർ പറയുന്നത്. അവിടെ വെച്ച് പന്തയം ഉറപ്പിക്കപ്പെടുന്നു. അപ്പോൾ തന്നെ ബാങ്കർ ഒരുക്കി കൊടുക്കുന്ന ഇടത്ത് ഏകാന്ത തടവ് ആരംഭിക്കുന്നു. യുവ അഭിഭാഷകന്റെ ഏകാന്ത തടവ്. ഒരാളുമായും സഹവാസമില്ലാതെ ഭക്ഷണം മാത്രം സമയത്തിനെത്തുന്ന, ലോകവുമായി ഒരു ബന്ധവുമില്ലാതെ സാമൂഹ്യ ബന്ധങ്ങളെല്ലാം വിച്ഛേദിക്കപ്പെട്ട പന്തയത്തിന്റെ ഭാഗമായ ശിക്ഷ അനുഭവിക്കുകയാണ്. ആ ഏകാന്ത തടവിൽ അദ്ദേഹം കഴിഞ്ഞ് കാലം പോകെ പോകെ വായനയിൽ അദ്ദേഹം ആശ്വാസം കണ്ടെത്താൻ ശ്രമിച്ച് അങ്ങനെ 15 വർഷമാകുന്ന ഘട്ടത്തിൽ അപ്പോഴേക്കും ബാങ്കർ പാപ്പരായി പോകുന്നു. തുകയൊന്നും കൊടുക്കാൻ കഴിയില്ല, ഇയാളെ കൊന്നുകളയുകയല്ലാതെ മാർഗമില്ല എന്ന നിലയിലെത്തി. അവസാനം ആ ഉദ്ദേശത്തോടു കൂടി അവിടെ കടന്നു ചെല്ലുമെങ്കിലും പന്തയം വിജയിച്ച് ലക്ഷക്കണക്കിന് റൂബിളിന്റെ ഉടമയായി മാറാൻ പോകുന്നതിന് ഏതാനും നിമിഷങ്ങൾക്ക് മുൻപ്, അല്ലെങ്കിൽ ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ്, യുവ അഭിഭാഷകൻ സ്വയം ആ മുറിയിൽ നിന്ന് പുറത്തു വന്ന് അയാൾ കടന്നു പോവുകയാണ്. ലക്ഷക്കണക്കിന് റൂബിൾ ലഭിക്കും എന്നിരിക്കെ, അല്ലെങ്കിൽ പന്തയത്തിൽ ജയിക്കാം എന്നിരിക്കെ, വിജയത്തിന്റെ തൊട്ട് മുൻപിൽ വെച്ച് അയാൾ ഈ പന്തയത്തിൽ നിന്ന്, അല്ലെങ്കിൽ ഈ ഏകാന്ത തടവിൽ നിന്ന് അയാൾ പുറത്തു വരുന്നു. അദ്ദേഹത്തെ മാനസികോന്നതിയുടെ കൊടുമുടിയിൽ എത്തിച്ചത് ഈ കാലത്ത് അദ്ദേഹം വായിച്ച പുസ്തകങ്ങളാണ്. ആ പുസ്തകങ്ങളിലൂടെ പകർന്നു കിട്ടിയ ചിന്തയാണ്. ലക്ഷക്കണക്കിന് റൂബിളിനേക്കാൾ വലിയ സമ്പാദ്യം അദ്ദേഹത്തിന് അപ്പോൾ ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. അല്ലെങ്കിൽ ഇങ്ങനെ അളവറ്റ ധനം കൈവരുന്നതിനേക്കാൾ വലുത് ആണ് ജീവിതത്തിന്റെ മൂല്യങ്ങളെന്ന് ഒരുപക്ഷെ അയാൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടാവാം. അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഭൗതികമായ നേട്ടങ്ങൾക്ക്, വലിയ സമ്പത്തിന് ജീവിതത്തിൽ വലിയ സ്ഥാനമൊന്നുമില്ല എന്ന് ചിന്തിക്കാൻ കഴിയും വിധം അദ്ദേഹത്തെ മാനസികമായി പാകപ്പെടുത്തിയിട്ടുണ്ടാവാം. സാധാരണ നിലയിലുള്ള മനുഷ്യന്റെ ചിന്താഗതികളെല്ലാം അപ്രസക്തമാക്കും വിധം മാനസിക വളർച്ചയുടെ കൊടുമുടികളിലേക്ക് ഒരു മനുഷ്യനെ എങ്ങനെ വായന നയിക്കുമെന്ന്, ഒരാളെ വായന എങ്ങനെ പുതിയൊരു മനുഷ്യനാക്കി മാറ്റുമെന്നൊക്കെ ഈ കഥ ലോകത്തോട് വിളിച്ചു പറയുന്നുണ്ട്. അങ്ങനെ വായനയാൽ സ്വാധീനിക്കപ്പെട്ട മനുഷ്യർ അധികമുള്ള ഒരു നാടായാണ് നമ്മൾ കേരളത്തെയും കണക്കാക്കുന്നത്. ജാതീയതയ്ക്കെതിരായി മാത്രമല്ല, പുതിയ കാഴ്ചപ്പാടുകൾ, മനുഷ്യത്വത്തിന്റെ പുതിയ വ്യാഖ്യാനങ്ങൾ ഒക്കെ നമുക്ക് പകർന്നു നൽകിയതിലും ആശാൻ മുന്നിൽ നിന്നൊരു കവിയാണ്. അന്യജീവൻ ഉതകി സ്വജീവിതം ധന്യമാക്കും അമലെ വിവേകികൾ എന്നെഴുതിയത് ആശാനാണ്. എങ്ങനെയാണ് ജീവിതം ധന്യമാവുക എന്ന ചോദ്യത്തിന് ആശാൻ നൽകിയ ഏറ്റവും അർത്ഥപൂർണമായ മറുപടിയാണത്. അന്യജീവൻ ഉതകി സ്വജീവിതം ധന്യമാക്കും അമലെ വിവേകികൾ എന്നാണ്. മറ്റുള്ളവരുടെ ജീവിതത്തിന് താങ്ങായി, ആശ്വാസമായി നിൽക്കുമ്പോഴാണ്, അഥവാ മറ്റുള്ളവർക്കു വേണ്ടി കൂടി ജീവിക്കാൻ കഴിയുമ്പോഴാണ് ജീവിതം ധന്യമാവുക എന്ന് മലയാളിയുടെ മനസ്സിൽ ആഴത്തിൽ എഴുതി വെച്ചത് കുമാരനാശാനാണ്. കാറൽ മാർക്സിന്റെ 15ാമത്തെ വയസ്സിൽ അദ്ദേഹത്തിന്റെ ക്ലാസ് ടീച്ചർ ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ഭാവിയിൽ ആരാവണം എന്ന്. ഓരോ കുട്ടിയും മനസ്സിലെ മോഹങ്ങൾ അവിടെ പറയുമ്പോൾ മാർക്സ് തന്റെ ഭാവിയിലെ സ്വപ്നമായി പറയുന്നത് ലോകത്തിലെ ഏറ്റവും ആഹ്ലാദവാനായ മനുഷ്യനാവണം എന്നാണ്. അതാണ് എന്റെ ആഗ്രഹം എന്നാണ്.
മാർക്സ് പിൽക്കാലത്ത് വിശദീകരിക്കുന്നുണ്ട് ആരാണ് ലോകത്തിലെ ഏറ്റവും ആഹ്ലാദവാനായ മനുഷ്യൻ, ആർക്കാണ് ലോകത്തിലെ ഏറ്റവും സന്തോഷം, ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നനാണോ ഏറ്റവും ആഹ്ലാദവാനായ മനുഷ്യൻ. അതിന് മാർക്സ് തന്നെ പറയുന്ന മറുപടി അങ്ങനെയാവാൻ സാധ്യതയില്ല എന്നാണ്. എല്ലാ സമ്പന്നന്മാരും തന്റെ സമ്പത്ത് എപ്പോഴാണ് നഷ്ടമാവുക എന്ന് ചിന്തിച്ച് ആകുല ചിത്തരായി കഴിയാനാണ് സാധ്യത. ലോകത്തിലെ ഏറ്റവും പ്രശസ്തനായിരിക്കുമോ ഏറ്റവും ആഹ്ലാദമുണ്ടാവുക, അതിനും സാധ്യത കുറവാണ്. പ്രശസ്തിക്ക് മങ്ങലേൽക്കുന്ന നിമിഷത്തെക്കുറിച്ചുള്ള ആകുലതകളാവാം പ്രശസ്തരെ എപ്പോഴും അസ്വസ്ഥരാക്കിക്കൊണ്ടിരിക്കുക. പിന്നെ ആരാണ് ലോകത്തിലെ ഏറ്റവും സന്തോഷമുള്ള മനുഷ്യൻ? അതിന് മാർക്സ് തന്നെ പറയുന്നത്, അദ്ദേഹത്തിന്റെ വിശദീകരണം, മറ്റുള്ളവർക്ക് വേണ്ടി കഷ്ടപ്പെടാൻ കഴിയുന്നവൻ ആരോ, മറ്റുള്ളവർക്ക് വേണ്ടി കഷ്ടപ്പാടുകൾ അനുഭവിക്കാനും മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കാനും കഴിയുന്നവനാരോ അവനാണ് ലോകത്തിൽ ഏറ്റവും വലിയ ആഹ്ലാദം അനുഭവിക്കുക എന്നാണ്. ജീവിതം എന്നത് മറ്റുള്ളവർക്ക് വേണ്ടി കൂടിയുള്ളതാണ് എന്ന ബോധമാണ് ഒരു മനുഷ്യനെ പൂർണ്ണതയിലേക്ക് എത്തിക്കുന്നത്. സുഖദുഃഖങ്ങളുടെ ചെറുവൃത്തങ്ങൾക്കകത്ത് തളയ്ക്കപ്പെട്ട ജീവിതങ്ങളെ സമൂഹത്തിന്റെ വിശാലതയിലേക്ക് വളർത്തുകയാണ് മാർക്സിന്റെ വാക്കുകൾ. ആ പറഞ്ഞത് തന്നെയാണ് ലോകത്തിൽ ഒരുപാട് എഴുത്തുകാർ, കവികൾ ഒക്കെ പല ഭാഷയിൽ പാടിപ്പുകഴ്ത്തിയിട്ടുള്ളത്. അതിന്റെ ഒരു മലയാള രൂപമാണ് ആശാൻ എഴുതിയത്. അന്യജീവൻ ഉതകി സുജീവിതം ധന്യമാക്കും അമലേ വിവേകികൾ എന്ന്. രണ്ടും ഒന്നാണ്. മാർക്സ് പറഞ്ഞതും ആശാൻ പറഞ്ഞതും അവരവരുടേതായ ഭാഷയിലാണ് എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ മനുഷ്യ ജീവിതത്തിന് പുതിയ നിർവചനങ്ങൾ, പുതിയ വിധാനങ്ങൾ വായന നൽകുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ ഈ കാലം കൂടുതൽ കൂടുതൽ മനുഷ്യപ്പറ്റ് ആവശ്യപ്പെടുന്ന ഒരു കാലമാണ്. മനുഷ്യരെ കൂടുതൽ സങ്കുചിത മനസ്കരാക്കി മാറ്റാൻ വിദ്വേഷത്തിന്റെ ആശയങ്ങൾ വാശിയോടെ പ്രചരിപ്പിക്കപ്പെടുന്ന ഒരു കാലത്ത് ജീവിക്കുന്ന ഒരു ജനതയാണ് നമ്മൾ. ഇന്ന് നമ്മുടെ രാജ്യം തന്നെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വെല്ലുവിളികളെയാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ രാജ്യം രാജ്യമായി നിലനിൽക്കുന്നതിന്റെ ആധാരശിലകളെന്ന് നാം കണക്കാക്കുന്ന മതനിരപേക്ഷതയും ജനാധിപത്യവും ഉയർത്തിപ്പിടിക്കുന്ന ഭരണഘടനയും വെല്ലുവിളികളെ നേരിടുന്ന, എത്ര കാലം ഇങ്ങനെ മതനിരപേക്ഷ രാഷ്ട്രമായി ഇന്ത്യ തുടരും എന്ന് ആർക്കും ഉറപ്പു പറയാനാവാത്ത ഒരു രാഷ്ട്രീയ പരിതസ്ഥിതി നമ്മുടെ രാജ്യത്തുണ്ട്. ഓരോ മനുഷ്യനെയും വർഗീയ സ്വാധീനത്തിന്റെ പിടിയിലാക്കാനാണ് വിദ്വേഷത്തിന്റെ ആശയങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നവർ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നത്. സത്യത്തിൽ സ്വാതന്ത്ര്യത്തിന് മുൻപും ശേഷവും ഏറ്റവും വലിയ വിപത്ത് വർഗീയതയാണെന്ന തിരിച്ചറിവ് നമ്മുടെ രാഷ്ട്രത്തിനുണ്ടായിരുന്നു എന്നതാണ് വസ്തുത. ഭരണഘടന നിലവിൽ വരുന്നതിന് മുൻപ് ഭരണഘടനാ നിർമ്മാണ സഭയിൽ 1949 ഭരണഘടനാ നിർമ്മാണ സഭയിൽ 1946 ഭരണഘടനാ നിർമ്മാണ സഭ സമ്മേളിച്ച ആദ്യ ദിവസങ്ങളിൽ ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷനായി ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ തിരഞ്ഞെടുക്കുന്നുണ്ട്. അദ്ദേഹത്തെ തിരഞ്ഞെടുത്തതിന് ശേഷം അധ്യക്ഷനായി തിരഞ്ഞെടുക്കപ്പെട്ട രാജേന്ദ്ര പ്രസാദിനെ അനുമോദിച്ചുകൊണ്ട് അംഗങ്ങൾ പ്രസംഗിക്കുന്നു. ആദ്യമായി പ്രസംഗിച്ചത് ഡോക്ടർ സർവേപ്പള്ളി രാധാകൃഷ്ണനായിരുന്നു, എസ് രാധാകൃഷ്ണൻ. അധ്യാപകനും ദാർശനികനുമായിരുന്ന ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ അനുമോദിച്ചുകൊണ്ട് പ്രസംഗിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ഗുണമായി പറയുന്നത് അദ്ദേഹത്തിന്റെ സൗമ്യഭാവമാണ്. സൗമ്യനാണ് അദ്ദേഹം. രാധാകൃഷ്ണന്റെ അഭിപ്രായത്തിൽ ഏറ്റവും മൂർച്ചയേറിയ ആയുധം സൗമ്യതയാണ്. ആരെയും കീഴ്പ്പെടുത്താൻ സൗമ്യത കൊണ്ട് സാധിക്കും എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം പണ്ഡിതോചിതമായി പ്രസംഗിക്കുന്നുണ്ട്. എന്നാൽ തുടർന്ന് പ്രസംഗിക്കാൻ ക്ഷണിക്കപ്പെട്ടവരിൽ ഒരാൾ ഖാൻ അബ്ദുൾ ഗാഫർ ഖാനായിരുന്നു. അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്ന ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ സംഘർഷനിർഭരമായ മനസ്സോടെയാണ് അന്ന് ഭരണഘടനാ നിർമ്മാണ സഭയിൽ പങ്കെടുത്തതും പ്രസംഗപീഠത്തിലേക്ക് വന്നതും. അദ്ദേഹം തന്റെ പ്രസംഗത്തിൽ പക്ഷേ രാജേന്ദ്ര പ്രസാദിനെ അഭിനന്ദിക്കുന്നത് അദ്ദേഹത്തിന്റെ സൗമ്യഭാവത്തിന്റെ പേരിലായിരുന്നില്ല. പകരം ഒരുമിച്ച് ജയിൽവാസം അനുഷ്ഠിച്ച അനുഭവങ്ങളെല്ലാം അനുസ്മരിച്ച ശേഷം
ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ പറഞ്ഞു, ഡോക്ടർ രാജേന്ദ്ര പ്രസാദിന്റെ ഏറ്റവും വലിയ ഗുണം അല്ല, അദ്ദേഹത്തിന്റെ മാത്രമല്ല, ഓരോ ഇന്ത്യക്കാരന്റെയും ഏറ്റവും സവിശേഷമായ ഗുണം മറ്റൊന്നുമായിരിക്കരുത്, അത് വർഗീയ വിമുക്തനായിരിക്കുക എന്നതാണ്. രാജേന്ദ്ര പ്രസാദ് ഒരു വർഗീയവാദിയല്ല, അതാണ് ഏറ്റവും വലിയ ഗുണം. അത് ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷനുണ്ടാവേണ്ട ഗുണം മാത്രമല്ല, ഓരോ ഇന്ത്യക്കാരനും ഉണ്ടാവേണ്ട ഗുണമാണ് എന്ന് ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ പറയുന്നുണ്ട്. ഭരണഘടനാ നിർമ്മാണ സഭയിലെ ചർച്ചകൾ നടക്കുന്ന ഘട്ടത്തിൽ തന്നെ വർഗീയവാദിയാവുക എന്നതാണ് ഏറ്റവും വലിയ ദുരന്തമെന്നും അപകടമെന്നും, വർഗീയ വിമുക്തനായിരിക്കുക, ഒരു വർഗീയവാദിയാകാതിരിക്കുക എന്നതാണ് ഇന്ത്യയിലെ ഓരോ മനുഷ്യന്റെയും ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം എന്നും ഈ നാടിന്റെ നേതൃത്വം, ഭരണഘടനാ നിർമ്മാണ സഭ ഒക്കെ തിരിച്ചറിഞ്ഞിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം. ആ തിരിച്ചറിവാണ് ഇന്ത്യൻ ഭരണഘടനയിലും പ്രതിഫലിച്ചത്. പക്ഷെ ആ ഇന്ത്യയിലാണ് ഇന്ന് ഭരണഘടനയും ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന മൂല്യങ്ങളും വലിയ ഭീഷണിയെ നേരിടുന്നത്. 2024 പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ സംഘപരിവാർ പ്രതീക്ഷിച്ച വിജയമാണ് ലഭിച്ചിരുന്നതെങ്കിൽ ഇതിനോടകം ഇപ്പോഴത്തെ ഭരണഘടന അപ്രസക്തമാകുമായിരുന്നു. ഇന്ത്യ ഒരു മതരാഷ്ട്രമായി പ്രഖ്യാപിക്കപ്പെടുമായിരുന്നു. ആ മതരാഷ്ട്ര പ്രഖ്യാപനം നടത്തുമ്പോൾ പ്രാബല്യത്തിൽ വരുത്തേണ്ട ഭരണഘടന ഇതിനോടകം അതിന്റെ കരട് തയ്യാറാക്കി RSS കാര്യാലയത്തിൽ എത്തിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതിന് ചുമതലപ്പെട്ട RSSകാരായ ഒരു കൂട്ടം സന്യാസിമാർ. അപ്പോ മനുസ്മൃതിയെ അടിസ്ഥാനമാക്കിയുള്ള മതരാഷ്ട്രത്തിന്റെ ഭരണഘടന വരെ തയ്യാറാക്കി കാത്തിരിക്കുകയാണ് മതരാഷ്ട്ര പ്രഖ്യാപനത്തിനായി. ചാതുർവർണ്ണ്യാടിസ്ഥാനത്തിലുള്ള ഒരു രാഷ്ട്രം, ചാതുർവർണ്ണ്യത്തിന് പുറത്തുള്ള കോടാനുകോടി വരുന്ന മനുഷ്യർക്ക് വേണമെങ്കിൽ ഇവിടെ രണ്ടാം കിട പൗരന്മാരായി ജീവിക്കാനുള്ള ഔദാര്യം അനുവദിച്ചു കൊടുക്കുന്ന ഒരു ഭരണഘടന തയ്യാറാക്കി വെച്ചിരിക്കുകയാണ്. ഇത്തരമൊരു ഘട്ടത്തിൽ വർഗീയമായ എല്ലാ ആശയ സ്വാധീനങ്ങളിൽ നിന്നും മനുഷ്യരെ വിമോചിപ്പിക്കാനും ഏറ്റവും ലക്ഷ്യവേദിയായ ആയുധം വായനയാണ്. വായനയുടെ മഹാലോകങ്ങളിലേക്ക് മനുഷ്യരെ ആനയിക്കാൻ കഴിയുമ്പോഴാണ് വർഗീയതയുൾപ്പെടെയുള്ള എല്ലാ സങ്കുചിതത്വങ്ങളുടെയും മതിൽക്കെട്ടുകളെ തകർക്കാൻ സാധിക്കുക. വർഗീയവാദികൾ, ഇത്തരത്തിലുള്ള വിനാശകരമായ നിലപാടുകൾ സ്വീകരിക്കുന്നവർ അതുകൊണ്ട് തന്നെ പുസ്തകങ്ങളെയും വായനയെയും ഭയപ്പെടുക തന്നെ ചെയ്യും. ചരിത്രത്തിൽ എല്ലായ്പ്പോഴും അങ്ങനെ ഭയപ്പെട്ടിട്ടുണ്ട്. അതിന്റെ ഭാഗമായാണ് ഗോവിന്ദ പൻസാരയും കൽബുർഗിയും നരേന്ദ്ര ദാബോൽക്കറും നമ്മുടെ ഗൗരി ലങ്കേഷും എല്ലാം കൊല ചെയ്യപ്പെട്ടത്. അവരെയെല്ലാം കൊല്ലുമ്പോൾ അവരോടുള്ള ശത്രുതയുടെ അടിസ്ഥാനം പുസ്തകങ്ങളോടും അക്ഷരങ്ങളോടും ആശയങ്ങളോടും വായനയോടുമുള്ള ശത്രുതയാണ്. പക്ഷേ ഈ രാജ്യത്തിന് വിനാശമായി മാറുന്ന, നമ്മുടെ രാജ്യത്തിന്റെ മുന്നിൽ ഏറ്റവും വലിയ വെല്ലുവിളിയായി ഉയർന്നു വന്നിട്ടുള്ള വിദ്വേഷത്തെ, വർഗീയതയെ പരാജയപ്പെടുത്താൻ, അതിനെ മറികടക്കാൻ, മനുഷ്യരെ കൂടുതൽ വലിയ മനുഷ്യരാക്കി പരിവർത്തനം ചെയ്യാനൊക്കെ നമുക്ക് പുസ്തകങ്ങളെയും വായനയെയും ഉപയോഗപ്പെടുത്തേണ്ട ഒരു ഘട്ടം കൂടിയാണിത്. ഈ പുസ്തകോത്സവത്തിന് അങ്ങനെ ഒരു രാഷ്ട്രീയ ലക്ഷ്യം കൂടിയുണ്ട്, ഒരു രാഷ്ട്രീയ ദൗത്യം കൂടിയുണ്ട്. മനുഷ്യരെ കൂടുതൽ മനുഷ്യരാക്കിയെടുക്കുക, മനുഷ്യരെ കൂടുതൽ സഹാനുഭൂതിയുള്ളവരാക്കി, മനുഷ്യത്വമുള്ളവരാക്കി, സഹജാതരുടെ സകല സങ്കടങ്ങളെയും ഏറ്റുവാങ്ങാൻ കഴിയുന്ന വിശാലമായ ഹൃദയമുള്ളവരാക്കി മനുഷ്യരെ പാകപ്പെടുത്തുക എന്ന ദൗത്യം വായന, പുസ്തകങ്ങൾ, സാഹിത്യം ഒക്കെ നിർവഹിക്കുന്നുണ്ട്. ഇവിടെ തന്നെ കാസർഗോഡ് എൻഡോസൾഫാൻ ദുരന്തം നമ്മുടെ നാടാകെ ചർച്ച ചെയ്ത ഒരു ദുരന്തമാണ്. ഞാനിപ്പോഴും ഓർമ്മിക്കുന്നു, എൻഡോസൾഫാൻ കീടനാശിനിക്കെതിരായി അന്ന് ഞാൻ യുവജന പ്രസ്ഥാനത്തിന്റെ ഭാരവാഹിയായി കൂടിയിരിക്കുന്നതാണ്. ഞങ്ങളെല്ലാം ആലോചിച്ച് സുപ്രീം കോടതിയിൽ ഒരു നിയമയുദ്ധം നടത്തിയത്. വളരെ ഒരുപക്ഷെ ഇന്ത്യയിലെ നിയമ വിദ്യാർത്ഥികൾ ഇപ്പോ ആ കേസ് പഠിക്കുന്നുണ്ട്. നമ്മുടെ രാജ്യത്തെ തന്നെ വിലയ്ക്ക് വാങ്ങാൻ ശേഷിയുള്ള ഒരു കീടനാശിനി കമ്പനിക്കെതിരെ നല്ല ചില അഭിഭാഷകരുടെ പിന്തുണയോടെ ഒരു യുവജന പ്രസ്ഥാനം നടത്തിയ നിയമയുദ്ധമാണ് നമ്മുടെ രാജ്യത്ത് എൻഡോസൾഫാൻ എന്ന കീടനാശിനിയെ നിരോധിക്കുന്നതിലേക്ക് എത്തിയത്.
സർക്കാർ പോലും അന്ന് അതിന് അനുകൂലമായിരുന്നില്ല. കീടനാശിനി കമ്പനിയും കേന്ദ്ര ഗവൺമെന്റും, ഞാനിപ്പോഴും ഓർക്കുന്നു, അന്ന് ആ കേസ് നടത്തുന്നതിന്റെ ഭാഗമായി ഞങ്ങൾ ഡൽഹിയിൽ പോയി അന്ന് പ്രതിരോധ മന്ത്രിയായിരുന്ന ബഹുമാന്യനായ ശ്രീ AK ആന്റണിയെ കാണുകയുണ്ടായി. ഞങ്ങൾ മുൻപോട്ട് വെച്ച കാര്യങ്ങളോടെല്ലാം അദ്ദേഹത്തിന് അനുഭാവമായിരുന്നു. അദ്ദേഹത്തിന്റെ പിന്തുണ അറിയിക്കുകയുണ്ടായി. പക്ഷേ ഗവൺമെന്റിനെ കൊണ്ട് ആ നിലപാട് സ്വീകരിക്കാൻ അദ്ദേഹവും അശക്തനായിരുന്നു, അദ്ദേഹം നിസ്സഹായനായിരുന്നു. ഗവൺമെന്റ് DYFI കൊടുത്ത കേസിനെതിരായ നിലപാടാണ് കോടതിയിൽ സ്വീകരിച്ചത്. കീടനാശിനി കമ്പനിയും ഗവൺമെന്റും ഒരേ നിലപാട് സ്വീകരിച്ചു. പക്ഷെ കോടതിയെ ഈ കീടനാശിനിയുടെ മാരക ഫലങ്ങൾ ബോധ്യപ്പെടുത്താൻ ഇത് ഒരു ജീവനാശിനിയാണെന്ന് വടക്കേ മലബാറിലെ നൂറുകണക്കിന് വരുന്ന സാധാരണക്കാരായ മനുഷ്യരുടെ ജീവിതം സമാനതകളില്ലാത്ത ദുരന്തത്തിലേക്ക് എടുത്തെറിഞ്ഞ ഈ കീടനാശിനി നിരോധിക്കേണ്ടത് ഇന്ത്യയിലെ മനുഷ്യരുടെ ജീവിക്കാനുള്ള അവകാശം ഭരണഘടന ഉറപ്പു നൽകുന്ന ആർട്ടിക്കിൾ 21 സ്ഥാപിച്ചു കിട്ടുന്നതിനാവശ്യമാണ് എന്ന നിലപാടാണ് കോടതിയിൽ ഞങ്ങൾ സ്വീകരിച്ചത്. അങ്ങനെ ഐതിഹാസികമായ വിധിയുണ്ടായി. എൻഡോസൾഫാൻ എന്ന കീടനാശിനി നിരോധിക്കപ്പെട്ടു. ഞാൻ സാന്ദർഭികമായി സൂചിപ്പിച്ചു എന്നേ ഉള്ളൂ, പറഞ്ഞു വന്നതല്ല. ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്, എൻഡോസൾഫാൻ എന്ന കീടനാശിനിക്കെതിരെ ഇത്തരത്തിലുള്ള നിയമയുദ്ധവും വാർത്തകളും ഒക്കെ വരുമ്പോൾ തന്നെ അതിന്റെ മാരകമായ ഫലങ്ങളെക്കുറിച്ചും മനുഷ്യരനുഭവിക്കുന്ന സങ്കടങ്ങളെക്കുറിച്ചും ആഴത്തിൽ മനസ്സിലാക്കാൻ സഹായിച്ചത് ഇവിടെ നമ്മുടെ വേദിയിൽ സന്നിഹിതനായിട്ടുള്ള ശ്രീ അംബികാസുധൻ മാങ്ങാട് എഴുതിയ എന്മകജെ എന്ന നോവലാണ്. ആ നോവലിലൂടെയാണ് കേരളത്തിൽ നല്ലൊരു പങ്കാളുകൾ എൻഡോസൾഫാൻ എന്ന ദുരന്തത്തിന്റെ ആഴത്തെ സ്പർശിച്ചത്. നേരത്തെ ഞാൻ ഹാരിയത്ത് ബീച്ചർസ്റ്റോവിന്റെ അങ്കിൾ ടോംസ് ക്യാബിൻ അമേരിക്കയിൽ ചെലുത്തിയ സ്വാധീനത്തെക്കുറിച്ച് സൂചിപ്പിച്ചതുപോലെ ഈ ദുരന്തം വിതച്ച കീടനാശിനിക്കെതിരായി മലയാളികളെ ചിന്തിപ്പിക്കുന്നതിൽ നിർണായകമായ ഒരു പങ്ക് വഹിക്കാൻ എന്മകജെ എന്ന നോവലിനും സാധിച്ചിട്ടുണ്ട്. ആ നോവലിന്റെ സൃഷ്ടാവ് ചിന്തയുടെ പുസ്തകോത്സവത്തിന്റെ വേദിയിലുണ്ട് എന്നതിൽ അതിയായ സന്തോഷമുണ്ട്. ഞാൻ അദ്ദേഹത്തെ സ്നേഹപൂർവ്വം അഭിവാദ്യം ചെയ്യുന്നു. ഇങ്ങനെയെല്ലാം നമ്മുടെ സമൂഹത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന പുസ്തകങ്ങളെ, സാഹിത്യ സൃഷ്ടികളെ ബഹുജനങ്ങളുമായി പരിചയപ്പെടുത്താനും അവരെ കൂടുതൽ കൂടുതൽ നവീകരണത്തിന്റെ പാതയിൽ നയിക്കാനുമാണ് ഓരോ പുസ്തകോത്സവവും പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കാഞ്ഞങ്ങാട് നല്ല വായനയുടെയും എഴുത്തിന്റെയും സർഗപ്രവർത്തനത്തിന്റെയും പാരമ്പര്യമുള്ള ഒരു നാടാണ്. ഇവിടെ മുൻപ് ചിന്തയുടെ ഒരു ബുക്ക് സ്റ്റാൾ ഉണ്ടായിരുന്നു, ദേശാഭിമാനി ബുക്ക് സ്റ്റാൾ. പിന്നീട് അത് നിന്നുപോയി. അധികം വൈകാതെ ഈ പുസ്തകോത്സവത്തിന് ശേഷം അങ്ങനെ വായനക്കാർക്ക് കടന്നു വരാനും പുസ്തകങ്ങൾ വായിക്കാനും ചർച്ച ചെയ്യാനും എല്ലാം ഉതകുന്ന ഒരിടം കൂടി ഈ കാഞ്ഞങ്ങാട് യാഥാർത്ഥ്യമാകും എന്നാണ് ഈ പുസ്തകോത്സവത്തിന്റെ സംഘാടകർ തീരുമാനിച്ചിട്ടുള്ളത്. അത് വളരെ വേഗത്തിൽ യാഥാർത്ഥ്യമാകട്ടെ എന്ന് ആശിക്കുന്നു. ചിന്തയുടെ പുസ്തകോത്സവത്തിലും ചിന്തയുടെ മാത്രം പുസ്തകങ്ങളല്ല, കേരളത്തിലെ പ്രമുഖരായ എല്ലാ പ്രസാധകരുടെയും വ്യത്യസ്തമായ ഉള്ളടക്കങ്ങളുള്ള പുസ്തകങ്ങൾ ഇവിടെയുണ്ട്. അപ്പോ ഇവിടെ ഒത്തുകൂടിയിട്ടുള്ള നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ സുഹൃത്തുക്കളെയും തുടർന്നുള്ള ദിവസങ്ങളിൽ ഈ പുസ്തകോത്സവത്തിന്റെ ഭാഗമാവാനും ഇവിടെ നിന്നും പുസ്തകങ്ങൾ വാങ്ങി വായിക്കാനും അങ്ങനെ പ്രബുദ്ധതയുള്ള ഒരു സമൂഹം രൂപപ്പെട്ടു വരാനും എല്ലാ മനുഷ്യവിരുദ്ധമായ ആശയങ്ങളെയും അകറ്റി നിർത്താൻ ആരോഗ്യമുള്ള ഒരു സമൂഹം വളർത്തിയെടുക്കാനും മനുഷ്യത്വത്തെയും മാനവികതയെയും മനുഷ്യ സ്നേഹത്തെയും ജനാധിപത്യത്തെയും എല്ലാം പോറലേൽക്കാതെ സംരക്ഷിക്കാൻ കഴിയുന്ന മഹത്തായ ഒരു സാംസ്കാരിക സമരത്തിന് നമ്മുടെ നാട്ടിൽ നിന്ന് തുടക്കം കുറിക്കാനും സാധിക്കട്ടെ എന്നുകൂടി ആശംസിക്കുന്നു. മറ്റു കാര്യങ്ങളിലേക്കൊന്നും ഞാൻ കടന്നു പോകുന്നില്ല. എല്ലാവരെയും സ്നേഹപൂർവ്വം അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ എളിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അഭിവാദനം.